ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു. അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ആകെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ മൊണാലിസയെ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ഈ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വലിയ വിരോധം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇവർ കുംഭമേളയിൽ സ്റ്റാറായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉറപ്പായിട്ട് ഒരു മുസ്ലിം മതത്തിൽ നിന്നുള്ള ഒരു പുരുഷനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇവിടെ ആളുകൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പ്ലസ് മാത്രമല്ല ആ ബുദ്ധിമുട്ടിനൊപ്പം എന്ത് ചെയ്തു, സി അല്ല പി എം നിന്ന് ചടങ്ങ് നടത്തി, സി പി എമ്മിന്റെ വലിയ നേതാക്കളിൽ നിന്ന് ചടങ്ങ് നടത്തി എന്ന് പറയുമ്പോഴേക്കും അത് വലിയ അല്ല പ്രശ്നമുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്കറിയാം ആ ഒരു പുരുഷന്റെ പിതാവ് തന്നെ പറയുന്നു ഈ കുട്ടി ഞാൻ അംഗീകരിക്കില്ല, കാരണം ഈ കുട്ടി വേറെ മതത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു, തുറന്നു പറയുന്നു. പിതാവ് എന്തിനാ അംഗീകരിക്കുന്നത്? ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം, താങ്കൾ കല്യാണം കഴിക്കുന്നത്, അർജുൻ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കും. അർജുൻ കല്യാണം കഴിക്കുമ്പോൾ അർജുൻ അംഗീകരിച്ചാൽ മതി, അല്ല പിതാവ് അംഗീകരിക്കണമെന്ന് അല്ല നിർബന്ധമില്ല. ഒരു അങ്ങനെ തന്നെ അത്രമാത്രം ഒരു മതാധിപത്യ ശൈലിയിലുള്ള ഒരു കുടുംബമാണല്ലോ അപ്പം. അല്ല അപ്പൊ അങ്ങനെ ഒരു കുടുംബമായിരിക്കും, അതിന് പിന്നിൽ പല ദുരൂഹതയും ഉണ്ടാകുമെന്ന് പലരും കരുതില്ലേ? ഈ ദുരൂഹത എന്ന് പറയുന്നത് മീഡിയ വണ്ട വാക്കാണ്. അത് വെറുതെ എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഉം. എന്തിലും ദുരൂഹത, ഇതിലെന്താ ദുരൂഹത ഉള്ളത്? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ദുരൂഹത കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ മതവെറി തലക്ക് പിടിച്ചിട്ടുള്ള ആളുകളാണ് ദുരൂഹത കണ്ടെത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ അല്ല ആയിട്ടുള്ള നമ്മുടെ ചോദ്യം. നാട്ടിൽ പോലും മിശ്ര വിവാഹം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കപ്പിൾസിനെ നമുക്കറിയാലോ, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പോലും നിലനിൽക്കുന്നത്. നേരത്തെ അങ്ങനെ മറ്റു ഉണ്ടായിരുന്നില്ല. മുമ്പോ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏത് കേരളത്തിലോ? ആ കേരളത്തിൽ മുമ്പ് ഇപ്പൊ ഞാനിപ്പോ വേണമെങ്കിൽ പേരൊരു 5 പേര് പറഞ്ഞുതരാം. ഡിവൈഎഫ്ഐയുടെ, SFIയുടെ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അല്ല നമ്മൾ ഒരു അഞ്ചു പേരല്ലല്ലോ, നമ്മളൊരു പൊതുസമൂഹത്തിന്റെ അല്ല, കാര്യമാണ് പറയുന്നത്. പൊതുസമൂഹത്തിൽ സാധാരണയായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആർക്കാണ് ഈ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതേസമയം സമ്പന്നരായിട്ടുള്ള വലിയ ഭൂരിപക്ഷം കുഴപ്പമില്ലാത്ത പാവപ്പെട്ടവരല്ലേ? ആളുകൾക്ക്, അല്ല കുഴപ്പമില്ലാത്ത ആളുകൾക്കൊന്നും ഈ അല്ല ബുദ്ധിമുട്ടില്ല. ഭൂരിപക്ഷം ഇപ്പൊ പാവപ്പെട്ടവരല്ലേ, ഈ അല്ല, ഈ അധികാരമുള്ളവരും. 10-20 ഒരിടക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ മറ്റു മതങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പുരോഗമനപരമായിട്ടുള്ള നിലപാടായിട്ടാണ് കണക്കൂട്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ അതെന്തായി എന്ന് മാത്രം, ലവ് ജിഹാദായി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? നമ്മൾ കുറെ കൂടി റിജിഡ് ആയിട്ടുള്ള, കർക്കശക്കാരായിട്ടുള്ള ഒരു മതസമൂഹമായി നമ്മൾ മാറി.